ശ്രീ ഹസ്കർ, ശ്രീ ഷാനിമോൾ ഉസ്മാൻ കൂടി കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, ഇവിടെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. CPI നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി അറിയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്, മുകേഷ് തുടരരുത് എന്ന സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ CPM-ന് അത്ര എളുപ്പമാണോ മുകേഷിനെ ഒഴിവാക്കുക എന്നുള്ളത്? ഇതിനകത്ത് ഇപ്പൊ ആരാ സംസാരിച്ചെന്ന് ഞാൻ കേട്ടില്ല. BN ഹസ്കർ ആയിരുന്നു, ഇടത് നിരീക്ഷകനാണ് അദ്ദേഹം. പക്ഷേ രാജിവെക്കണമെന്ന് ആവശ്യമാണ് ഉന്നയിച്ചത്. ഇടതുപക്ഷ നയവും ഇടതുപക്ഷ ഹൃദയവും ഒന്നുമില്ല. ഇതിനകത്ത് മുകേഷിനെതിരെ വന്നിരിക്കുന്ന ഒരു കേസല്ല. ഇപ്പൊ നിലവിൽ 3 വന്നു. ഇനി മറച്ചു വെക്കപ്പെട്ട കടലാസുകളിൽ എത്ര സ്ഥലത്ത് മുകേഷിന്റെ പേരുണ്ട് എന്നുള്ളത് ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും മുകേഷിനും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. വല്ലാത്ത പ്രതിരോധത്തിലാണ് CPM. അപ്പൊ ഈ സമ്മർദ്ദങ്ങള് താങ്ങാൻ CPM-ന്, ഇതിനെ അതിജീവിക്കാൻ CPM-ന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മലക്കം മറിച്ചിൽ. ഇത് രാജിവെച്ചേ മതിയാകൂ എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾ അതിനകത്ത് ശക്തമായി തന്നെ നിലകൊള്ളും. കാരണം ഇതിനകത്ത് ഇടതുപക്ഷത്തിന് നയമുണ്ടായിരുന്നെങ്കിൽ, ഇടതുപക്ഷത്തിന് ഹൃദയം, ഈ പറഞ്ഞ ഹൃദയം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അത് നിലകൊള്ളുമായിരുന്നു. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്ര ഓപ്പണായിട്ടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി നിലനിന്നത്. അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം മാത്രമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, സിനിമാ മന്ത്രി കൃത്യമായിട്ട് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുത്തത്. എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കലാകാരൻ, 76 ബാച്ചിലെ SFI-കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മികവുകൾ, അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ പറയാമോ അതെല്ലാം ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് പിറ്റേ ദിവസം മൊഴി മാറ്റേണ്ടതായിട്ട് വന്നത്? വലിയ സമ്മർദ്ദം മാത്രമല്ല, അതിനകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്തിട്ടുള്ള വന്നിട്ടുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റിയുള്ളത്, അല്ലെ? തെളിവുകൾ, ഓഡിയോ ക്ലിപ്പിങ്ങുകളടക്കം വീഡിയോ ക്ലിപ്പിങ്ങുകളടക്കം ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പോലും തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ ടച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ടച്ച് ചെയ്യാത്തത്? 4.5 വർഷക്കാലമായല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. അവരതിന്റെ മേൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും അതിനകത്തെ പ്രസക്തമായിട്ടുള്ള പല ഭാഗങ്ങളും പൂഴ്ത്തി വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഇടതുപക്ഷ ഹൃദയമാണ് ഇത്, ഇടതുപക്ഷ ചിന്തകളാണ് എന്നൊക്കെ പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. 2 കോൺഗ്രസ് MLA-മാരുടെ പേര് ഉദാഹരിച്ചുകൊണ്ടാണ് ഈ CPM LDF കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവർ രാജിവെച്ചില്ലല്ലോ എന്നാണ് ചോദ്യം. ഞാൻ പറയട്ടെ, കോൺഗ്രസ് MLA-മാർ, ഈ കോൺഗ്രസ് MLA-മാരുടെ അവരന്ന് നടത്തിയ സമരങ്ങള്, അന്നെടുത്ത നിലപാടുകൾ, ഇതൊക്കെ നമ്മളൊക്കെ കുറെ അധികം ചർച്ച ചെയ്തതാ. ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമാ മേഖലയെ ആകമാനം ബാധിച്ചിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി, നമ്മുടെ പൊതുസമൂഹത്തിന് സിനിമ വേണ്ടെന്ന് വെച്ച് നിൽക്കാൻ പറ്റുമോ? ഈ സിനിമാ മേഖല നവീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പം ഒരു ജനപ്രതിനിധിക്കെതിരെ, CPM-ന്റെ നേതാവ് കൂടിയായിട്ടുള്ള മുകേഷിനെതിരെ 1 2 3 ഇവിടെ തുടരെ ഇങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള നിലയിൽ വരുമ്പോൾ പിന്നെ കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് തൊഴിൽ ന്യായം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ? രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളത് CPM-ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ ടെലിഫോൺ ലൈനുണ്ട്. ഹരീഷ്, ഏതായാലും മുകേഷിന്റെ കാര്യം ഒട്ടും